ഓക്കെ, നമ്മളിപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ സി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ക്രിയേറ്റ് അനദർ ടേബിൾ കസ്റ്റമർ നെയിം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് അതിൽ നിങ്ങളോട് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്ഡേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താ വരിക നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റിൻ്റെ ക്വറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്ഡേറ്റിൻ്റെ ക്വറി ഇങ്ങനെ വരിക: അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ്. ഇതൊക്കെ അതിൻ്റെ ഡീഫോൾട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ്. നമ്മൾ ഏത് ഫീൽഡാണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ആ ഫീൽഡ് നെയിം ഈസ് ഈക്വൽ ടു അതിന് ഇപ്പോൾ അത് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, അപ്പോൾ D_birth ഈസ് ഈക്വൽ ടു സിംഗിൾ കോട്ട്സ് ആണ് കേട്ടോ. സോറി, ഡബിൾ കോട്ട്സ് അല്ല, സിംഗിൾ കോട്ട്സിൽ ആ പർട്ടിക്കുലർ ഡേറ്റ് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ June 20 June 1999 എന്നുള്ളതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് കൊടുക്കുക. സ്പേസ് വേർ ക്ലോസ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുമ്പോഴാണ് വേർ കസ്റ്റമർ നമ്പർ നമ്മൾ ഏതാണോ പ്രൈമറി കീ സെറ്റ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുക. ഓക്കെ, കസ്റ്റമർ നമ്പർ ഈസ് ഈക്വൽ ടു കസ്റ്റമർ നമ്പർ വേർക്കെയറിലായ കാരണം നമ്മൾ സിംഗിൾ കോട്ട്സിലാണ് പറയുക. കസ്റ്റമർ നമ്പർ ഏതാണോ കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ കസ്റ്റമർ നമ്പറിൻ്റെ ആ എംപ്ലോയിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 20 June 1999 ആയിട്ട് നമുക്ക് സെറ്റാവും. അതേപോലെ നിങ്ങൾ കൊടുത്ത 5 ഫീൽഡിനും ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. അത് പ്രോഗ്രാമിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിമൂവ് ദ ഫീൽഡ് ഏജ് എന്നുള്ള ഫീൽഡ് റിമൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ആൾട്ടർ ടേബിൾ നെയിം ഡ്രോപ്പ് കോളം വാല്യൂ ഇങ്ങനെയാണ് വരിക. ആൾട്ടർ ടേബിൾ നെയിം ടേബിൾ നെയിം എന്ന് പറയുന്നത് ഇവിടെ കസ്റ്റമറാണ്. കസ്റ്റമർ ഡ്രോപ്പ് കോളം വാല്യൂ നമുക്ക് ഏതാ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഏജ് എന്നുള്ള ഫീൽഡാണ് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോളം ഓൾട്ടേർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണിക്കും? ആ പർട്ടിക്കുലർ ഫീൽഡ് ഇല്ലാത്ത ടേബിളായിരിക്കും നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്ന് കഴിയുമ്പോഴും ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പോയാ ഓക്കെ. നെക്സ്റ്റ് അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ ഇ, ചേഞ്ച് ദ സൈസ് ഓഫ് ദി കസ്റ്റമർ നെയിം സൈസ് ടു 25 എന്നുള്ള സൈസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. നമ്മൾ വേർക്കെയറിൽ ഫസ്റ്റ് 15 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെ 25ലേക്ക് ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ ഇത് പറയണത് ആൾട്ടർ ടേബിൾ കസ്റ്റമർ കോളം. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായി ചിന്തിച്ച് എഴുതേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ കിട്ടും. അത്ര ബുദ്ധിമുട്ടുള്ള സിൻടാക്സ് എല്ലാം ഓൾട്ടർ വെച്ചിട്ടുള്ളതാണ്. ഓൾട്ടർ ടേബിൾ കസ്റ്റമർ കോളം. കസ്റ്റമർ എന്ന് പറയുന്നത് ടേബിൾ നെയിമാണ്. കോളം എന്ന് പറയുന്നത് ഡീഫോൾട്ടായിട്ട് ഏത് കോളത്തിനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ഏത് കോളത്തിനെയാണ്? കസ്റ്റമർ നെയിം _നെയിം. ടൈപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ സിൻടാക്സ് ആണ്. ടൈപ്പ് വേർക്കെയർ ആണ്. വേർക്കെയർ ഓഫ് 25 വേർക്കെയർ ഓഫ് 25 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ 15 എന്ന സൈസ് മാറിയിട്ട് 25 ആവും. ഓക്കെ, അപ്പോൾ അത് 25 ആയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ കോഡ് ഉപയോഗിക്കാം. /D സ്പേസ് ടേബിൾ നെയിം. ഇത് കസ്റ്റമർ എന്ന് പറയുന്നത് ടേബിൾ നെയിമാണ്. /D സ്പേസ് ടേബിൾ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ആ പർട്ടിക്കുലർ ടേബിളിനകത്ത് കൊടുത്ത ഫീൽഡ്സ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ്, അതിന് സൈസ് ഉണ്ടെങ്കിൽ സൈസ് എല്ലാം വളരെ നീറ്റായിട്ട് അതിൻ്റെ ടേബിൾ സ്ട്രക്ചർ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. ഓക്കെ, ഇനി അടുത്തത് എഫ്. ക്വസ്റ്റ്യൻ നമ്പർ എഫിൽ ഡിലീറ്റ് ഓൾ റെക്കോർഡ്സ് ഫ്രം ടേബിൾ. അതിൽ ട്രങ്കേറ്റ് വെച്ച് ചിലവർ ചെയ്തിട്ടുണ്ട്. തെറ്റൊന്നുമല്ല, ഇങ്ങനെയും ചെയ്യാം. ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ടേബിളിനകത്തുള്ള എല്ലാ ഫീൽഡ്സും ഡിലീറ്റ് ആവും, പക്ഷെ ടേബിൾ എക്സിസ്റ്റ് ആവും. ഓക്കെ, അടുത്തത് റീനെയിം ദ ടേബിൾ കസ്റ്റമർ ടു കസ്റ്റമർ എന്ന ടേബിളിനെ നമ്മൾ കസ്റ്റ് എന്ന് റീനെയിം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുക? ഓൾട്ടർ എന്നുള്ള സിൻടാക്സ് ഉപയോഗിക്കുക. ഓൾട്ടർ ടേബിൾ കസ്റ്റമർ റീനെയിം ടു റീനെയിം എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? റീനെയിം ടു എന്നുള്ളത് സിൻടാക്സ് ആണ്. കസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഫീൽഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വരും. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റ് എന്ന് കൊടുത്താലേ കസ്റ്റമർ ഫീൽഡിനകത്തുണ്ടായിരുന്ന വാല്യൂസ് നമുക്ക് കാണിക്കുള്ളൂ.
ഓക്കെ, അടുത്തത് അതേപോലെ നെക്സ്റ്റ് വൺ ഡ്രോപ്പാണ്. ഡ്രോപ്പ് ഒരു ടേബിൾ ഡ്രോപ്പ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്താൽ ആ പർട്ടിക്കുലർ ടേബിളിനകത്തുള്ള ഫീൽഡ്സ് ഡിലീറ്റ് ആയി പോകുന്ന പോലെ ഇവിടെ ഡ്രോപ്പ് ടേബിൾ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ എൻറ്റയർ ടേബിൾ ഡ്രോപ്പ് ആവും. ഓക്കെ, നമ്മൾ അപ്പോൾ നമ്മളിവിടെ കസ്റ്റമർ എന്നുള്ള പേര് മാറ്റി കസ്റ്റ് ആക്കി. അപ്പോൾ ഡ്രോപ്പ് ടേബിൾ കസ്റ്റ് എന്ന് കൊടുത്താൽ ആ പർട്ടിക്കുലർ ടേബിൾ ഡിലീറ്റ് ആയി പോവും. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ ഡാറ്റാബേസിനകത്തുള്ള പ്രോഗ്രാം ലിസ്റ്റിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അവർ ഡിസ്പ്ലേ പറയുന്നില്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറയണ്ടേ, കസ്റ്റമർ നെയിം ഫോൺ നമ്പർ വെച്ചിട്ട്. അത് പറയുമ്പോൾ അവർ ഡിസ്പ്ലേ ചെയ്യാൻ പറയുന്നില്ലെങ്കിൽ നമ്മൾ ആ പർട്ടിക്കുലർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. നമുക്ക് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ മറ്റേ ടേബിളിൻ്റെ കസ്റ്റമർ നെയിമും ഫോൺ നമ്പറും ഈ ടേബിളിൽ നമുക്ക് കാണണം. ഓക്കെ, അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതേപോലെ തന്നെ അവർ അപ്ഡേറ്റ്, ഇപ്പോൾ പുതിയൊരു ഫീൽഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫീൽഡ് ഇൻസേർട്ട് ചെയ്യാനേ അവർ പറയുന്നുള്ളൂ. പക്ഷേ നമ്മൾ ആ ഫീൽഡിനകത്തേക്ക് ഒപ്പം എന്ത് ചെയ്യണം, വാല്യൂസ് ആഡ് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് നമ്മൾ കാണിക്കണം. ഓക്കെ, അവർ പറയുന്നില്ലെങ്കിലും അത് അതിനകത്ത് ഇൻബിൽട്ട് എന്ന് പറഞ്ഞ മാതിരി അതിനകത്തൊരു തന്നെ ഉണ്ട്, അർത്ഥമുണ്ട്. അത് നിങ്ങൾ അതും കൂടെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അടുത്തത് റിമൂവ് ദി ഫീൽഡ് ഏജ്. അത് ഏജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ ഓൾട്ടേർഡ് എന്ന് കാണിച്ചാൽ ഉടനെ സെലക്ട് സ്റ്റാർ ഫ്രം എന്ന് പറഞ്ഞിട്ട് ആ ടേബിളിൻ്റെ ചെയ്തോളണം. എങ്കിലേ അത് റിമൂവ് ആയോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതും ചെയ്തോളണം. ഓക്കെ, അടുത്തത് സൈസ് ചേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. സൈസ് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വരും. പക്ഷേ സൈസ് ചേഞ്ച് ചെയ്തു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇത് ചെയ്യണം. ഓക്കെ, എങ്കിലേ അത് കാണാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇപ്പോൾ എല്ലാം ഇപ്പോൾ ടേബിൾ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേബിൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം സെലക്ട് സ്റ്റാർ ഫ്രം ആ ടേബിൾ നെയിം കാണിക്കണം. എങ്കിൽ അതിൽ റെക്കോർഡ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതേപോലെ റീനെയിം ചെയ്താലും ഡ്രോപ്പ് ചെയ്താലും എല്ലാം നമ്മളങ്ങനെ ചെയ്യണം. എങ്കിൽ മാത്രമേ അത് എക്സിസ്റ്റിംഗ് ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതെല്ലാവരും റഫ് റെക്കോർഡിലേക്ക് എഴുതിയിട്ട് വരിക. നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ നമുക്കത് ലാബ് ചെയ്യാം. ഓക്കെ.